ഹായ്, എല്ലാവർക്കും PSC മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പോർച്ചുഗീസുകാരുടെ വരവ് അതിന് മുന്നേ കേരളത്തിലെ രാഷ്ട്രീയ ഘടനയെ പറ്റിയായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കടന്നു വരവും അതിനുശേഷം സംഭവിച്ച സുപ്രധാനമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് ഇന്ന് പറയുന്നത്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് സ്ട്രെസ് ചെയ്ത് പറയും. പോർച്ചുഗീസുകാരുടെ കടന്നുവരവ് 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങുന്നത് കേരള ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരധ്യായത്തിൻ്റെ ആരംഭമാണ്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കുവാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോം മാനുവൽ വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പോൾ 1498 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങുന്നത് അയച്ചത് പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഡോം മാനുവലാണ്. വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ അടിയന്തര ലക്ഷ്യമെങ്കിലും കാലക്രമേണ തദ്ദേശീയ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി ഇന്ത്യയിലൊരു സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള വലുതായ ആഗ്രഹം അവർക്കുണ്ടായി. സാമൂതിരി ഒരു ഭാഗത്തും കൊച്ചി രാജാവും കോലത്തിരിയും മറ്റു ചെറുകിട നാടുവാഴികളും മറുഭാഗത്തുമായി തമ്മിൽ നടന്നുകൊണ്ടിരുന്ന രൂക്ഷമായ മത്സരം ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും പോർച്ചുഗീസുകാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം അവർക്ക് ഒരുക്കിക്കൊടുത്തു. സാമൂതിരിയുടെ അധികാരത്തിനു കീഴിൽ കുഴങ്ങുകയായിരുന്ന കൊച്ചി രാജാവിനെ തൻ്റെ പരമ്പരാഗത ശത്രുവിനെതിരെ സുശക്തമായൊരു രാഷ്ട്രീയ പ്രതിരോധം പടുത്തുയർത്താൻ പോർച്ചുഗീസുകാരുടെ ആഗമനം സുവർണാവസരം നൽകി. കോഴിക്കോട്ട് വെച്ച് സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർക്ക് ലഭിച്ച സ്നേഹശൂന്യമായ സ്വീകരണവും കപ്പിത്താന്മാർക്കുണ്ടായ അസുഖകരമായ അനുഭവങ്ങളും അവരെ കൊച്ചി രാജാവിനോട് അടുപ്പിച്ചു. കൊച്ചിയും പോർച്ചുഗീസുകാരും തമ്മിൽ ഒരു പ്രതിരോധ ആക്രമണ സഖ്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്നുണ്ടായ സമരത്തിൽ സാമൂതിരി പോർച്ചുഗീസ് ആക്രമണത്തിനെതിരായി കേരള സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിലേക്ക് ഉയർന്നു. കൊച്ചി രാജാവാകട്ടെ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങൾക്കെല്ലാം പങ്കാളിയായും തീർന്നു. സാമൂതിരിയോട് തലമുറയായി ഉണ്ടായിരുന്ന വൈരം മനസ്സിൽ വെച്ചുകൊണ്ട് കോലത്തിരിയും പോർച്ചുഗീസുകാരെ സഹായിച്ചു. എന്നാൽ അദ്ദേഹം അവർക്കെതിരെ ഉറച്ച നിലപാട് കൈക്കൊണ്ട സന്ദർഭങ്ങളും കുറവല്ല. കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാർ പോർച്ചുഗീസുകാരുടെ ബന്ധുക്കളായിരുന്നു. പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ രാജാക്കന്മാരും നാടുവാഴികളും സ്വമനസാലെ നൽകിയ പിന്തുണയായിരുന്നു അവർക്ക് 1.5 നൂറ്റാണ്ടു കാലത്തോളം കേരളത്തിൽ വാണിജ്യപരമായ ആധിപത്യം ഉറപ്പിക്കാൻ സഹായകമായത്. അപ്പോൾ പോർച്ചുഗീസുകാർ നമ്മുടെ വാസ്കോഡ ഗാമ 1498 മെയ് 13 കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പലിറങ്ങിയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാനുവൽ രാജാവാണ് ഇവരെ അയച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ സാമൂതിരി പോർച്ചുഗീസുകാരോട് ഒരു വ്യാപാര ബന്ധത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അതിനെ തുടർന്ന് അവർ കണ്ണൂർ കോലത്തിരിയുടെ അടുത്ത് ചെല്ലുകയും കോലത്തിരി അവർക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പം കൊച്ചി രാജാവും കോലത്തിരി രാജാവുമൊക്കെ സാമൂതിരിയുമായിട്ട് അത്ര നല്ല ഒരു ബന്ധത്തിലായിരുന്നില്ല. അത് പോർച്ചുഗീസുകാർ അവർക്ക് ഇവിടെ ഒരു വാണിജ്യ ബന്ധം വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഈ ഓരോ നാട്ടുരാജാക്കന്മാരെയും കീഴ്പ്പെടുത്തി ഒരു ഭരണത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കേരള ചരിത്രത്തിൽ കാണുന്നത്. വാസ്കോഡ ഗാമയുടെ ആഗമനമാണ് ഇനി അടുത്തത്. 1498 മെയ്യിൽ വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പാരമ്പര്യാനുസൃതമായ ആതിഥ്യ മര്യാദയോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വാസ്കോഡ ഗാമ കോഴിക്കോട്ട് നഗരത്തിന് ഏതാനും അകലെയുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലമൊന്നും ഉളവാക്കിയില്ല. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തൻ്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്തണമെന്ന വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി. അപ്പോൾ അക്കാലത്ത് സാമൂതിരിക്കും ഇതുപോലെ അറബികളും ചൈനക്കാരുമൊക്കെ വ്യാപാര ബന്ധമുണ്ട്. പോർച്ചുഗീസുകാരുമായിട്ടൊരു വ്യാപാര ബന്ധത്തിന് സാമൂതിരിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം വിൽക്കപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാനായിട്ട് തൻ്റെ അനുയായികൾ ഒരു സംഘത്തെ കോഴിക്കോട്ട് നിർത്തണമെന്ന വാസ്കോഡ ഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിക്കുകയാണ് ഉണ്ടായത്. നാട്ടിൽ നിലവിലിരുന്ന നിയമമനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുത്തുകൊള്ളണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്തു. വാസ്കോഡ ഗാമ ആഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണമനുസരിച്ച് കണ്ണൂരിലിറങ്ങി. ഇവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെപ്പറ്റി അദ്ദേഹം വാസ്കോഡ ഗാമയുമായി ഒരു കരാറിലേർപ്പെട്ടു. വാസ്കോഡ ഗാമ നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിൽ എത്തി. നാട്ടിലെത്തിയ വാസ്കോഡ ഗാമയ്ക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങേയറ്റത്തെ വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പര്യടനം. വാസ്കോഡ ഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചെലവായതിൻ്റെ 60 മടങ്ങുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് കബ്രാളിനെ കുറിച്ചാണ് പറയുന്നത്. പോർച്ചുഗീസ് രാജാവ് അടുത്ത പര്യടന സംഘത്തെ പെഡ്രോ അൽവാരസ് കബ്രാളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയച്ചു.
33 കപ്പലുകളും 1500 ആളുകളും ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. ആപൽക്കരമായ ഒരു യാത്രയ്ക്ക് ശേഷം കബ്രാൾ ഇന്ത്യയിൽ വന്നപ്പോൾ 6 കപ്പലുകളെ അവശേഷിച്ചിരുന്നുള്ളൂ. കബ്രാൾ നയഹീനനും സ്വാധികാര പ്രമാണിയുമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണം പരാജയമായിരുന്നില്ല. കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറസ് കൊറിയ സാമൂതിരിയുമായ ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കബ്രാളാണ് രണ്ടാമത്തെ പര്യടനത്തിന് നമ്മുടെ ഡോം മാനുവൽ രാജാവ് അയക്കുന്നത്. അപ്പോൾ കബ്രാളിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഐറിസ് കൊറിയ സാമൂതിരിയുമായ ഒരു ധാരണയിലെത്തുകയും തൽഫലമായി കോഴിക്കോട്ട് ഒരു വ്യാപാരശാല നിർമ്മിക്കാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിക്കുകയും ചെയ്തു. ഓക്കെ, എന്നാൽ കോഴിക്കോട്ടുണ്ടായിരുന്ന അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്ന തീവ്ര മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോട്ടും തമ്മിലുള്ള ബന്ധുത്വത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. അപ്പോൾ ആൾറെഡി അവിടെ കോഴിക്കോട്ടുണ്ടായിരുന്ന വ്യാപാരികളായിരുന്നു ഈ അറബികളൊക്കെ. അപ്പോൾ അവരും പോർച്ചുഗീസുകാരും തമ്മിൽ നിലനിന്നിരുന്ന തീവ്രമായിട്ടുള്ള ഈ മത്സരം പോർച്ചുഗീസുകാരും കോഴിക്കോട്ടും തമ്മിലുള്ള ബന്ധുത്വത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടം സൃഷ്ടിച്ചു. കോഴിക്കോട്ട് തുറമുഖത്തുണ്ടായിരുന്ന ഒട്ടേറെ അറബി കപ്പലുകളെ പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെ കൂട്ടത്തോടെ കൊല്ലുകയും ചെയ്തു. പോർച്ചുഗീസുകാരുടെ കരുതിക്കൂട്ടിയുള്ള ഈ നീചപ്രവൃത്തി നാട്ടുകാരെ അരിശം കൊള്ളിച്ചു. കോപാകുലരായ ജനങ്ങൾ പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും കരയ്ക്കുണ്ടായിരുന്ന പോർച്ചുഗീസുകാരിൽ പകുതിയിലധികം പേരെ വധിക്കുകയും ചെയ്തു. സംഭ്രാന്തനായ കബ്രാൾ കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ കയറി. 1500 ഡിസംബറിലെ ക്രിസ്തുമസ് ദിനത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് കപ്പിത്താനെ കൊച്ചി രാജാവ് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ കബ്രാൾ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ കച്ചവടം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം പോർച്ചുഗീസുകാർക്ക് ചെയ്തു കൊടുത്തു. അവർക്ക് കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൊച്ചി രാജാവ് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. കബ്രാൾ കൊച്ചിയിലായിരിക്കുമ്പോൾ കൊല്ലത്തും കണ്ണൂരും അനുകൂലമായ വ്യവസ്ഥകളിൽ ചരക്ക് കയറ്റാനുള്ള സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവിടുത്തെ രാജാക്കന്മാർ അദ്ദേഹത്തെ സൗഹൃദപൂർവ്വം ക്ഷണിച്ചു. കബ്രാളിന് കൊല്ലത്തേക്ക് പോകാൻ തരമായില്ലെങ്കിലും മടക്കയാത്രയിൽ കണ്ണൂർ ഇറങ്ങി. കപ്പലുകളിൽ കുറേ കൂടി ചരക്ക് കയറ്റാൻ കോലത്തിരി രാജാവ് അദ്ദേഹത്തെ സഹായിച്ചു. കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്കുള്ള യാത്രയിൽ കബ്രാളിൻ്റെ സംഘത്തെ സാമൂതിരിയുടെ സുശക്തമായ ഒരു നാവികപ്പട തടഞ്ഞു. കബ്രാൾ ഗുരുതരമായ നഷ്ടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പൊതുവേ നോക്കിയാൽ കബ്രാളിൻ്റെ കേരള പര്യടനം പോർച്ചുഗീസുകാർക്കൊരു വിജയമായിരുന്നു. ആ പര്യടനത്തിൻ്റെ ഫലമായി അവർക്ക് കൊച്ചി രാജാവിൻ്റെ ബന്ധുത്വവും കേരളക്കരയിലെ തങ്ങളുടെ വാണിജ്യപരവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായകമാകും വിധം ഒരു നല്ല തുറമുഖം പ്രയോജനപ്പെടുത്താനുള്ള സൗകര്യം ലഭിച്ചു, അതായത് കൊച്ചി തുറമുഖം. കബ്രാൾ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് മുൻപേ തന്നെ ജാവോ ഡാനോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പം മൂന്നാമത്തെ പര്യടന സംഘത്തിൻ്റെ നേതാവ് ആരാണ്? ജാവോ ഡാ നോവയാണ് മൂന്നാമത്തെ പര്യടന സംഘം നയിക്കുന്നത്. ജാവോ ഡാ നോവയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒന്നാമത്തത് നമ്മുടെ വാസ്കോ ഡ ഗാമയായിരുന്നു. രണ്ടാമത്തത് പെട്രോ അൽവാരസ് കബ്രാളാണ്. മൂന്നാമത്തെ പര്യടന സംഘത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? ജാവോ ഡാ നോവയാണ്. നോവയ്ക്ക് സാമൂതിരിയുടെ ശത്രു സ്വഭാവത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നുകൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടിറങ്ങാതെ കൊച്ചിയിലും കണ്ണൂരും മാത്രമേ കപ്പലടിപ്പിച്ചുള്ളൂ. നോവയ്ക്ക് സാമൂതിരിയുടെ ശത്രു സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം കോഴിക്കോട്ടിറങ്ങാതെ കണ്ണൂരും കൊച്ചിയിലും മാത്രമേ കപ്പലടിപ്പിച്ചുള്ളൂ. ചരക്ക് കയറ്റുന്നതിൽ അവിടങ്ങളിലെ രാജാക്കന്മാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ പോർച്ചുഗീസുകാരായിട്ടുള്ള വാസ്കോ ഡ ഗാമ 1498 മെയ്യിൽ നമ്മുടെ കാപ്പാട് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് ഒന്നാമത്തെ പര്യവേഷണ സംഘത്തെ അയച്ചതാണ് ഡോം മാനുവൽ രാജാവ്. 1499 അദ്ദേഹം തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം കബ്രാൾ വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ജാവോ ഡോ നോവയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു പര്യടന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഗാമയുടെ രണ്ടാം വരവിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്